സോ അങ്ങനെ ഏപ്രിൽ തുടങ്ങാൻ പോവാണ് ആൻഡ് മാർച്ച് ഇന്നുകൊണ്ട് എൻഡിങ് ആണ്. സോ ഈക്വലി എക്സൈറ്റഡ് ആണ്. ഈ മന്ത് എങ്ങനെ ക്ലോസ് ചെയ്യാൻ പറ്റുമെന്നും അടുത്ത മാസം എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ള എക്സൈറ്റ്മെൻ്റ് ഉണ്ട്. എനിവേ ലണ്ടൻ സെഷൻ ഞാൻ നോക്കിയപ്പോഴത്തേനും ആക്ച്വലി പ്രൈസ് റണ്ണാണ്, നല്ല രീതിയിൽ ബുള്ളിഷ് റണ്ണ് നടന്നു വെച്ചിരിക്കുകയാണ്. ഏഷ്യൻ സെഷനിൽ നിന്ന് ഒരു 500 പിപ്സിൻ്റെ മൂവാണ് തന്നേക്കുന്നത്. ഐ ഡോണ്ട് നോ ഹൗ ക്രേസി ദ മാർക്കറ്റ് ഇസ് ഗോയിങ്. ഇപ്പോൾ ഒരു 3128 എന്ന് പറഞ്ഞ പ്രൈസ് ലെവലിലാണ് ഗോൾഡ് ഓൾ ടൈം ഹൈ നിൽക്കുന്നത്. അത് ഇനിയും ബ്രേക്ക് ചെയ്യാതിരിക്കാം, ചിലപ്പോൾ റീട്രേസ്മെൻറ്റ് എടുക്കാം. സോ എനിവേ ലണ്ടൻ സെഷൻ എനിക്ക് ട്രേഡ് ഇല്ല. ഞാൻ മൺഡേ മോർണിംഗ്സ് ലണ്ടൻ സെഷൻ ചെയ്യില്ല. കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ ഒരു റൂളായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. സോ അതെനിക്ക് കുറച്ച് ഫ്രീഡം തരുന്നുണ്ട്. രാവിലെ ഒരു വീക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം എനിക്കങ്ങനെ ഓവർ ഹൈപ്ഡ് അല്ല, ആൻഡ് ട്രസ്റ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് ആ ടൈമിൽ വന്ന് എൻട്രി എടുത്താൽ മതി എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് ബിൽഡിങ്ങും കൂടെയാണ് എനിക്കത്. സോ ഇറ്റ്സ് റിയലി ഹെൽപ്ഫുൾ. നിങ്ങൾക്ക് ഇൻ കേസ് ലണ്ടനിൽ ഇതുപോലെ വിൻ റേറ്റ്സ് കിട്ടുന്നില്ല അല്ലെങ്കിൽ നല്ല ട്രേഡ്സ് കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ട്രൈ ടു അഡാപ്റ്റ് ദിസ്. ചിലരുണ്ട് മൺഡേ തന്നെ ടോട്ടലി സ്കിപ്പ് ചെയ്യുന്നവരുണ്ട്, ചില ട്രേഡേഴ്സ്. ഐ നോ ദം. ഞാൻ പേഴ്സണലി എനിക്കറിയാവുന്ന കുറച്ച് പേരുണ്ട്. ഓൾസോ ഓൺലൈനിലായിട്ട് ഞാൻ കുറേ പേര് കണ്ടിട്ടുണ്ട് അങ്ങനെ മൺഡേ സ്കിപ്പ് ചെയ്യുന്നത്. പക്ഷേ എനിക്ക് മൺഡേ ഫുള്ളി സ്കിപ്പ് ചെയ്യണമെന്നില്ല, ലണ്ടൻ സെഷനിൽ മാത്രം ഒരു ക്ലാരിറ്റി കിട്ടാൻ വേണ്ടി സ്കിപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. സോ ദാറ്റ്സ് വാട്ട് ഐ ഡു. നിങ്ങൾക്കായിട്ടൊരു ഓപ്ഷൻ നിങ്ങൾ തന്നെ കണ്ടുവെക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് വർക്ക് ചെയ്യുന്നില്ല എന്ന് തോന്നുവാണെങ്കിൽ സ്കിപ്പ് ചെയ്യുക. വി ഹാവ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ യുവർ കണ്ട്. അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് എല്ലാ ദിവസവും നമുക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ട് മാർക്കറ്റിൽ. സോ ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ് ഭയങ്കര വിയർഡാണ്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു പ്രൈസ് ഇപ്പം ഇതുപോലെ തന്നെ പമ്പ് ചെയ്ത് നിൽക്കുന്നത് ഗോൾഡിൽ. ട്രംപിൻ്റെ ഓരോ സ്പീച്ചസ്, പിന്നെ ജപ്പാനിൽ എന്തൊക്കെയോ ക്രൈസിസ് ഉണ്ട്, മ്യാൻമറിലെ ഭൂകമ്പം. ഐ തിങ്ക് ദീസ് ആർ ഓൾ അഫക്റ്റിംഗ് ഗോൾഡ്. അതൊക്കെ ആയിരിക്കാം. ഞാൻ പ്രോപ്പറായിട്ട് അങ്ങനെ അങ്ങ് ന്യൂസ് വാച്ച് ചെയ്തില്ല, എന്നാലും കുറച്ച് അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ എനിക്ക് ഇൻസൈറ്റ്സ് കിട്ടുന്നുണ്ട്. സോ നമുക്ക് എങ്ങനെയാണെങ്കിലും നമുക്ക് മാർക്കറ്റിനെ ട്രേഡ് ചെയ്യാൻ പറ്റും. ആക്ച്വലി മാർക്കറ്റിൻ്റെ പ്രൈസ് ആക്ഷൻ വെച്ചിട്ട് സിഗ്നൽസ് നമുക്ക് ആക്ച്വലി കിട്ടും. സോ അത് ബേസ് ചെയ്ത് ട്രേഡ് ചെയ്താൽ മതി. ഓവറായിട്ട് ഇതിനെ കോംപ്ലിക്കേറ്റ് ചെയ്ത് ന്യൂസ് വാച്ച് ചെയ്യണമെന്നില്ല. ജസ്റ്റ് ഒരു ഓർഡർ ഫ്ലോ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങ് പോയാൽ മതി. സോ എനിക്കിന്ന് അധികം പരിപാടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ബുക്സൊക്കെ വായിച്ച് ഇന്നായിരിക്കാമെന്ന് ഓർത്തു. സോ ഇതാണ് ഞാൻ ലണ്ടൻ മോർണിംഗ് ചെയ്യാറ്. എനിക്ക് വീട്ടിലെ പരിപാടികളും അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും വീഡിയോസ് കാണുക, പടം കാണുക, ഇതൊക്കെ തന്നെ. സോ ദിസ് ഇസ് ദ ഫ്രീഡം ദാറ്റ് ഐ വോണ്ട് ഇൻ ട്രേഡിങ്. നമുക്ക് ഇതുപോലൊരു ഫ്രീഡം തരുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ ഫുൾ ടൈം നമ്മൾ ചാർട്ടിൻ്റെ ഫ്രണ്ടിലാണെങ്കിൽ അതൊരു സാധാ ജോലി പോലെ ആയിപ്പോവും. വാട്ട്സ് ദ ഡിഫറൻസ്, റൈറ്റ്? So this is the freedom that I am enjoying right now, and I'm so grateful for it. Anyways, നമുക്ക് ന്യൂയോർക്കിൽ ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. സോ നമുക്ക് ന്യൂയോർക്ക് സെഷനിൽ 2 ട്രേഡ് മിസ്സായി. 2 ബിഗ് മൂവ്സ് ആയിരുന്നു, രണ്ടും നമുക്ക് മിസ്സായി. ഇടയ്ക്ക് അങ്ങനെ സംഭവിക്കും. സോ അതിനോർത്ത് റിഗ്രറ്റ് ചെയ്തിട്ടൊന്നും കാര്യമില്ല. ബട്ട് ഞാൻ ആ ട്രേഡ്സ് 2 റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഓപ്പർച്യൂണിറ്റി എവിടെ നിന്നായിരുന്നു എന്നുള്ള കാര്യവും അതിൻ്റെ ഒരു അനാലിസിസും ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഐ വിൽ ഷോ യു ദാറ്റ്. അങ്ങനെ മാർച്ച് എൻഡായി. ഇന്ന് 31-ാം തീയതി ലാസ്റ്റ് ഡേ ആണ്. സോ വി ഹാവ് എൻഡഡ് ദ ഡേ ആൻഡ് ഓൾസോ ദ മന്ത് വിത്ത് 52% വിൻ റേറ്റ്. സോ കഴിഞ്ഞ മാസത്തെ ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു വിൻ റേറ്റ് ആണ് നമുക്ക് ഈ പ്രാവശ്യവും കിട്ടിയേക്കുന്നത്. 52% തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ പറ്റി. ലോസ് ഒന്നും എടുക്കാഞ്ഞുകൊണ്ടും പ്രോഫിറ്റ് ഒന്നും കിട്ടാഞ്ഞുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും വേരി ചെയ്തില്ല, കറക്റ്റ് അവിടെ തന്നെ നിന്നു. സോ നാളെ തൊട്ട് ഏപ്രിൽ സ്റ്റാർട്ടാവുകയാണ്. ഞാൻ അനാലിസിസ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഷെയർ ചെയ്യാം. സോ ആ ട്രേഡ് കിട്ടാതെ പോയതിൻ്റെ റീസൺസും അല്ലെങ്കിൽ അടുത്ത ട്രേഡ് ഫോം ചെയ്യാൻ എനിക്ക് കിട്ടിയ ബയസും ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. സോ അത് ഞാനിപ്പോൾ ഷെയർ ചെയ്ത് തരാം. സോ ആദ്യം 5 മിനിറ്റിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് ഫോം ചെയ്തു 8:30 കഴിഞ്ഞിട്ട്. സോ ഞാനത് വെയിറ്റ് ചെയ്യുമായിരുന്നു, അവിടെ വന്നിട്ട് അകത്തുനിന്ന് റിയാക്ട് ചെയ്തിട്ട് പ്രൈസ് എടുക്കാമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. പക്ഷേ നമുക്കവിടെ എൻട്രീസ് ഒന്നും കിട്ടിയില്ല. അവിടെ ഒരു കോൺഫിഡൻസ് അങ്ങ് ഇട്ടാൽ മതിയായിരുന്നു, ലിമിറ്റ് ഇട്ട് അത് കയറിയാൽ മതിയായിരുന്നു. പക്ഷേ ഞാൻ കോൺഫിഡൻസ് ഇല്ലാഞ്ഞുകൊണ്ട് ഞാൻ കയറിയില്ല. ആൻഡ് അതൊരു 200 പിപ്പ് താഴോട്ട് മൂവ് ചെയ്തു. ഗോൾഡ് ഇന്ന് ക്രേസിയാണ്, മാർക്കറ്റിൽ നിന്ന് അബ്സല്യൂട്ട് ക്രേസി രീതിയിലാണ് മൂവ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് പ്രൈസ് ഒരു റിജക്ഷൻ പോലെ തരുന്നത് കണ്ടു. നമുക്ക് 1 അവറിൻ്റെ റേഞ്ചിനകത്ത് ഒരു ഇക്വിലിബ്രിയം സ്റ്റേറ്റിലേക്ക് പ്രൈസ് എത്തി, അതിനുശേഷം റിയാക്ട് ചെയ്യണം. അപ്പം
ഏഷ്യൻ ലോ ആയിട്ട് സിൽവറിൽ SMTയും കൂടെ ഫോം ചെയ്തിട്ടുണ്ട്. സോ സിൽവർ നോക്കിക്കഴിഞ്ഞാൽ സിൽവർ ഇതുണ്ട്, ഏഷ്യൻ ലോയും എടുത്ത് താഴോട്ട് ഇത്രത്തോളം ഡ്രോപ്പ് ചെയ്തു. പക്ഷെ നമ്മൾ ഗോൾഡിൽ ആ ഒരു റേഞ്ച് വരെ അല്ലെങ്കിൽ ഈ ഒരു ലോ എടുക്കുന്ന രീതിയിൽ വരെ മൂവ് ചെയ്തിട്ടില്ല. സോ ഐ ജസ്റ്റ് ഷോ യു ദാറ്റ്. ഉണ്ടോ, നമ്മുടെ ആ ഏഷ്യൻ ലോ ഇവിടെയാണ്. സോ ഇത് SMT ഇങ്ങനെ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു 1 അവറിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിനകത്ത് വരികയും ഇതൊരു 4 അവറിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പ് കൂടെയാണ്. സോ അവിടെ വരെ പ്രൈസ് ഓൾറെഡി വന്ന്, സോ അതിലേക്ക് വരുമെന്നറിയാമായിരുന്നു ഇക്വിലിബ്രിയം ലെവലിലേക്ക്. ആൻഡ് ഓൾസോ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ കറക്റ്റ് ഒരു ടിക്ക് വ്യത്യാസം ഇല്ലാതെ കറക്റ്റ് 3100 എന്ന് പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവലിൽ വന്ന് ടാപ്പിൻ ചെയ്തിട്ട് പ്രൈസ് റിജക്ട് ചെയ്തു. സോ അത് റിജക്ട് ചെയ്യുന്നുണ്ടപ്പോൾ എനിക്ക് തോന്നി പ്രൈസ് റിയാക്ട് ചെയ്ത് മേളിലേക്ക് റിവേഴ്സ് ചെയ്യാനായിട്ടാണ്. സോ ഇവിടെ 1 മിനിറ്റിൻ്റെ ചേഞ്ച് സ്റ്റേറ്റിൽ ഞാനൊരു എൻട്രി ഇട്ടു, ലിമിറ്റ് ഓർഡർ ഇട്ടു. പക്ഷേ പ്രൈസ് പിന്നെ തിരിച്ച് അതിലേക്ക് വന്നില്ല. പിന്നെ പ്രൈസ് ചേസ് ചെയ്യാൻ എനിക്ക് ഒരു താല്പര്യമില്ല. കാരണം ഇപ്പം തന്നെ ഒരു 50 പിപ്പിൻ്റെ അടുത്ത് SL വാല്യൂ ഉണ്ട്. സോ ഞാൻ മേളിലേക്ക് കയറ്റി വെച്ചാലും സോ വെറുതെ ഒരു മൺഡേ പണി കിട്ടണ്ടല്ലോ എന്നോർത്ത് ഞാൻ ഇനി ട്രേഡ്സ് ഒന്നും എടുക്കുന്നില്ല. ഇത് ഞാൻ ജസ്റ്റ് വാച്ച് ചെയ്യുന്നേ ഉള്ളൂ. നമുക്കിവിടെ ഈക്വൽ ഹൈസ് ഉണ്ട്. കഴിഞ്ഞ ദിവസം തേഴ്സ്ഡേ ഉണ്ടായ സെയിം സിനാറിയോ ആണ്. പ്രൈസ് ആദ്യം ഇവിടെ ഒരു കുറച്ച് കൺസൾട്ടേഷൻ ഉണ്ടാക്കിയിട്ട് മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി താഴോട്ട് വന്നതാണ്. അങ്ങനെ ഈ ലോസ് എല്ലാം തന്നെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഈക്വൽ ഉണ്ടായിരുന്നു, അത് ട്രിഗർ ചെയ്തു. ഇവിടെ ലോ ഉണ്ടായിരുന്നു, അത് ട്രിഗർ ചെയ്തു. ആൻഡ് ഇവിടെ വന്ന് നിൽക്കുകയാണ്. സോ ഈ 4 അവറിൽ നിന്ന് റിയാക്ട് ചെയ്ത് പ്രൈസ് മേളിലേക്ക് ഇനിയും പുഷ് ചെയ്യും. ഇപ്പം 3127 ആണ് ഓൾ ടൈം ഹൈ. അത് ബ്രേക്ക് ചെയ്യും ഫോർ ഷുവർ. സോ കഴിഞ്ഞ ദിവസം വ്യാഴാഴ്ച ഇതേ സെയിം സെറ്റപ്പ് ആയിരുന്നു. സോ അതിനുള്ള കോൺഫിഡൻസ് ആയിരുന്നു എനിക്ക്. പക്ഷേ 1 മിനിറ്റ് പോലും നമുക്ക് എൻട്രീസ് തരാൻ വേണ്ടി പ്രൈസ് താഴോട്ടൊന്നും വന്നില്ല. ഞാൻ ഇതിന് മെൻ്റലിലേക്ക് കയറ്റി വെക്കുന്നില്ല. ആൻഡ് ഓൾസോ ഇവിടെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്, അതിനകത്തൊന്നും വന്നിട്ടേ ഇല്ല. സോ ഇവിടെ ഒരു 3 മിനിറ്റിൻ്റെ ഫെയർ വാല്യൂ ഗ്യാപ്പിൽ പ്രൈസ് റിയാക്ട് ചെയ്തു. നല്ല രീതിയിൽ ബുള്ളിഷ് ആണ്, അതുകൊണ്ടാണ് പ്രൈസ് താഴോട്ടേക്കൊന്നും വരാത്തത്. ആൻഡ് ഓൾസോ ഇറ്റ്സ് കോണ മൂവ് ഹയർ. ഒരു പുതിയ ഓൾ ടൈം ഹൈ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു ഇന്ന്. സോ എനിവേ ദാറ്റ്സ് മൺഡേ. ഞാൻ ഇനി ട്രേഡ്സ് ഒന്നും എടുക്കുന്നില്ല, ജസ്റ്റ് വാച്ച് ചെയ്യുന്നേ ഉള്ളൂ. കാരണം ഇനി ഈ റണ്ണറിനകത്തൊന്നും കയറി കഴിഞ്ഞാൽ ഉണ്ടല്ലോ പണി കിട്ടും. ഞാൻ ഒരുപാട് പൈസ അങ്ങനെ കണ്ട് കളഞ്ഞിട്ടുണ്ട്. സോ എൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയുകയാണ്, ട്രൈ ടു അവോയ്ഡ് ദോസ് റണ്ണേഴ്സ്. ഇവിടെ ഈ ഒരു ഇതായിരുന്നു നല്ല ട്രേഡ്. ഇതിനകത്ത് താഴോട്ടൊന്നും എടുത്താൽ മതിയായിരുന്നു. ആ ഒരു കോൺഫിഡൻസ് എനിക്ക് കാണിക്കാൻ പറ്റാതെ അല്ലെങ്കിൽ എനിക്ക് കിട്ടാതെ പോയതുകൊണ്ട് മാത്രം ഇന്ന് ട്രേഡ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ എൻഡ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇതൊരു നല്ല ട്രേഡാണ്. ഒരു ഓൾമോസ്റ്റ് 200 പിപ്സ് നമുക്ക് മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നു. സോ ദാറ്റ് വുഡ് ഹാവ് ബീൻ ബ്യൂട്ടിഫുൾ. ബട്ട് എനിവേസ്, സോ ഗൈസ്, ഇനി നാളെ നോക്കണം. നല്ല ട്രേഡ്സ് എല്ലാം ഉണ്ടെങ്കിൽ നാളെ എടുക്കണം. ബൈ ഫോർ മൺഡേ.